കേരളം ഇന്ന് വിറങ്ങലിച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നാം അനുഭവിച്ചതിനേക്കാൾ കഠിനമായ തണുപ്പാണ് ഈ വർഷം അനുഭവപ്പെടുന്നത്. ദക്ഷിണേന്ത്യയുടെ കാലാവസ്ഥയിൽ സംഭവിച്ച ഈ പെട്ടെന്നുള്ള മാറ്റത്തിന് പിന്നിൽ കിലോമീറ്ററുകൾക്കപ്പുറം ആഫ്രിക്കയിലും ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലും സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് പങ്കുണ്ടോ, അതോ ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മറ്റൊരു മുഖമാണോ? നമുക്ക് പരിശോധിക്കാം. 2025 നവംബറിൽ എത്യോപ്യയിലെ അഫാർ മേഖലയിലുള്ള ഹെയ്ലി ഗുബി എന്ന അഗ്നിപർവ്വതം വലിയ തോതിൽ സജീവമായി. ഏകദേശം 12,000 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഈ സ്ഫോടനം ഭൗമോപരിതലത്തിൽ നിന്ന് 15 കിലോമീറ്റർ ഉയരത്തിലേക്കാണ് ചാരവും വാതകങ്ങളും പ്രവഹിപ്പിച്ചത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വില്ലൻ സൾഫർ ഡയോക്സൈഡ് ആണ്. സൾഫർ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ അത് സൾഫേറ്റ് എയറോസോളുകളായി മാറുന്നു. ഇവിടെയാണ് ശാസ്ത്രം ഒളിഞ്ഞിരിക്കുന്നത്. ഈ എയറോസോളുകൾ ഒരു വലിയ കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നു. സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടാതെ അവ ബഹിരാകാശത്തേക്ക് തിരികെ പ്രതിഫലിപ്പിക്കുന്നു. ഇതിനെ അൽബെഡോ പ്രഭാവം എന്ന് വിളിക്കുന്നു. പുകപടലങ്ങൾ അറബിക്കടൽ കടന്ന് ദക്ഷിണേന്ത്യയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിയപ്പോൾ പകൽ സമയത്തെ താപനില കുറയാനും രാത്രിയിൽ തണുപ്പ് കൂടാനും ഇത് കാരണമായി. ശാസ്ത്രലോകം ഇതിനെ വോൾക്കാനിക് വിന്റർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എത്യോപ്യ മാത്രമല്ല, ഏഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യയിലെ മൗണ്ട് ലെവോട്ടോബി പോലുള്ള അഗ്നിപർവ്വതങ്ങളും ഈ വർഷം സജീവമായിരുന്നു. പസഫിക് റിംഗ് ഓഫ് ഫയർ മേഖലയിലുണ്ടായ ഇത്തരം മാറ്റങ്ങൾ ആഗോളതലത്തിൽ വായുപ്രവാഹത്തെ സ്വാധീനിക്കുന്നു. ഇത് ഉത്തരാർദ്ധഗോളത്തിൽ നിന്നുള്ള തണുത്ത കാറ്റിനെ ദക്ഷിണേന്ത്യയിലേക്ക് കൂടുതൽ വേഗത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ തണുപ്പ് ഇത്ര കഠിനമാകാൻ മറ്റൊരു കാരണം അന്തരീക്ഷത്തിലെ കുറഞ്ഞ ഈർപ്പമാണ്. വായുവിൽ ഈർപ്പം കുറയുമ്പോൾ പകൽ ലഭിക്കുന്ന ചൂട് രാത്രിയിൽ ഭൂമിക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. ഈ പ്രക്രിയയെ റേഡിയേഷണൽ കൂളിംഗ് എന്ന് വിളിക്കുന്നു. ആഗോളതാപനം മൂലം സമുദ്രോപരിതല താപനില മാറുന്നതും ഇത്തരം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ചേരുമ്പോൾ കാലാവസ്ഥാ പ്രവചനങ്ങൾ പോലും അസാധ്യമാകുന്നു. ചുരുക്കത്തിൽ എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം ഒരു താൽക്കാലിക പ്രതിഭാസമാണെങ്കിലും അത് നമ്മുടെ കാലാവസ്ഥയിൽ വരുത്തിയ മാറ്റം വളരെ വലുതാണ്. ശാസ്ത്രീയമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് അന്തരീക്ഷത്തിലെ ഈ പുകപടലങ്ങൾ കുറയാൻ മാസങ്ങൾ എടുത്തേക്കാമെന്നാണ്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലും ഇത്തരം മാറ്റങ്ങൾ നാം പ്രതീക്ഷിക്കേണ്ടി വരും. പ്രകൃതി നമ്മോട് പറയുന്നത് ഒന്നാണ്: മാറ്റങ്ങൾ സംഭവിക്കുന്നു, നാം ജാഗരൂകരായിരിക്കണം.